Hi friends, I am Dr. Rajendran, CMO ദീപം ഹോസ്പിറ്റൽ. ഞാനിന്നിവിടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിനെ പറ്റി പറയാൻ പോകും. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണിയായിട്ടുള്ള ബ്ലഡിലെ ഷുഗർ. അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ കുറേ നിബന്ധനകളുണ്ട്. ഒന്ന്, ഇദ്ദേഹം ഒരു 8 മുതൽ 10 മണിക്കൂർ വരെ ഫാസ്റ്റിംഗ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ രാത്രി ഒരു 9 മണിക്കൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ ഒരു 7 മണി അല്ലെങ്കിൽ 6 മണിക്ക് പുള്ളിയുടെ ബ്ലഡ് എടുക്കാം. കട്ടൻ കാപ്പി കുടിക്കുന്ന സ്വഭാവം വല്ലതും ഉണ്ടെങ്കിൽ അതൊന്നും പാടില്ല. ആകെ ഇദ്ദേഹത്തിന് കഴിക്കാവുന്നത് ഈ കലോറിക് വാല്യൂ ഇല്ലാത്ത എന്തെങ്കിലും, അങ്ങനെ ഒരേ ഒരു സാധനം എന്ന് പറയണത് വെള്ളമാണ്. പച്ചവെള്ളം 1 ഗ്ലാസ്സോ 2 ഗ്ലാസ്സോ ഒക്കെ കുടിക്കാം. പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം എന്ന് പറയണത് രാത്രിയത്തെ മീൽ എന്ന് പറഞ്ഞാൽ ഡിന്നർ. ഇപ്പോൾ സാധാരണ പുള്ളി അതിനു മുമ്പത്തെ ദിവസങ്ങളിൽ കഴിച്ചിരുന്ന രീതിയിൽ തന്നെ ഭക്ഷണം കഴിക്കുക. അല്ലാതെ അന്നത്തെ ദിവസം ഈ ഉദാഹരണത്തിന് കൂട്ടുകാരൻ്റെ ഒരു പാലുകാച്ചുണ്ടായിരുന്നു, അവിടെ പോയി 2-3 തരം പായസം കുടിച്ചു, വയറ് നിറച്ച് ബിരിയാണി കഴിച്ചു, പൊറോട്ട, ഇതെല്ലാം കഴിച്ചിട്ട് പിറ്റേ ദിവസം ബ്ലഡ് എടുക്കുമ്പോൾ അവിടെ വാല്യൂസിന് മാറ്റം വരും. അതുപോലെ തന്നെ സാധാരണ കഴിക്കണതിനേക്കാൾ വളരെ കുറച്ച് ഭക്ഷണം കഴിച്ചാൽ അവിടെയും വാല്യൂസിന് മാറ്റം വരും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറയണത് അതിൻ്റെ മുമ്പുള്ള ദിവസങ്ങളിൽ കഴിച്ചിരുന്ന രീതിയിൽ തന്നെ അന്നും 10 മണിക്കൂർ 8 മണിക്കൂർ തൊട്ട് 10 മണിക്കൂർ മുമ്പ് കഴിച്ചിട്ട് കിടക്കുക. എന്നിട്ട് രാവിലെ 6 മണിക്ക് അല്ലെങ്കിൽ 7 മണിക്ക് പോയി ബ്ലഡ് എടുക്കുക. അപ്പോൾ ഇനി നേരം വെളുത്ത് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് സംശയമുണ്ട്, എന്തെങ്കിലും മധുരയിടാത്ത കട്ടൻ ചായ കുടിക്കാമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിക്കാമോ എന്ന്. ഇതൊന്നും പാടില്ല. വേണമെങ്കിൽ അദ്ദേഹത്തിന് 1 ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാം, അല്ലാതെ കട്ടനും ഒന്നും കഴിക്കാൻ പാടില്ല. പിന്നെ മരുന്നുകൾ കഴിക്കാൻ പാടില്ല. മരുന്നുകൾ പുള്ളി ഡയബറ്റീസിനുള്ള മരുന്ന്, ഇൻസുലിൻ അല്ലെങ്കിൽ തൈറോയിഡിനുള്ള മരുന്നൊക്കെ കഴിക്കുന്ന ആളായിരിക്കും. അത് ഈ ബ്ലഡ് എടുത്ത് കഴിഞ്ഞിട്ട് കഴിക്കുക. അതുപോലെ എക്സർസൈസ്, ചിലപ്പോൾ രാവിലെ ഈ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഡോക്ടർമാർ പറഞ്ഞു കൊടുക്കും നല്ലപോലെ എക്സർസൈസ് രാവിലെ കുറേ 1 മണിക്കൂറൊക്കെ നടക്കുന്നത് നല്ലതാണ്. അതെല്ലാം നമുക്ക് ഈ ബ്ലഡ് എടുത്ത് കഴിഞ്ഞിട്ട് ചെയ്യുക. ഈ ബ്ലഡ് എടുക്കുന്നത് ഇപ്പോൾ 2 രീതിയിലുണ്ട്. ഒന്ന് ലാബിൽ പോയി എടുക്കുന്ന ഒരു രീതിയുണ്ട്, ലാബിൽ പോയി ബ്ലഡ് എടുക്കുന്ന. മറ്റേത് നമ്മൾ വീട്ടിൽ തന്നെ ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന രീതിയിൽ ബ്ലഡ് എടുക്കാം. ഈ വീട്ടിൽ അതിനെ ഗ്ലൂക്കോമീറ്റർ എന്ന് പറയും, ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച്. അപ്പോൾ നമ്മൾ FBS അല്ലെങ്കിൽ PPBS, RBS ഇതിനൊക്കെ ബ്ലഡ് എടുക്കുന്നത് ഗ്ലൂക്കോമീറ്ററിൽ ഒരേ രീതിയിലാണ്. അപ്പോൾ ആദ്യം ഏതെങ്കിലും ഒരു ഫിംഗർ സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ അറ്റം ഈ സ്പിരിറ്റ് കോട്ടൺ വെച്ച് ഇതുപോലെ സ്റ്റെറൈലാക്കുക. ബാക്ടീരിയ ഫ്രീ, അതിനാണ് സ്റ്റെറൈൽ എന്ന് പറയുന്നത്. ഇതാണ് ഗ്ലൂക്കോമീറ്റർ. അപ്പോൾ ഇതിൽ ആ സ്ട്രിപ്പ് വെക്കുക, സൂചി കൊണ്ട് ആ ഫിംഗറിൻ്റെ അറ്റത്ത്. അപ്പോൾ ഒരു തുള്ളി ബ്ലഡ് ഇതുപോലെ വരും. അപ്പം അത് ബ്ലഡ് ഇതിൻ്റെ അകത്ത് ഈ കോളത്തിൽ കയറി കഴിഞ്ഞ് നമ്മൾ ഇവിടെ നോക്കണം. അപ്പോൾ ഇത് 188, ഒരിച്ചിരി ഹൈ ആണ്. അപ്പോൾ റാൻഡം ബ്ലഡ് ഷുഗറിനും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിനും PPBSനും എല്ലാം ഇതുപോലെ തന്നെയാണ് നമ്മൾ ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് ബ്ലഡ് എടുക്കുന്നത്. ഒരേ രീതിയിൽ തന്നെയാണ് അത് റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഒരു ചെറിയ വ്യത്യാസം, ഒരു 10% കൂടാനും കുറയാനും ഒക്കെ സാധ്യതയുണ്ട്. നമ്മൾ ഏറ്റവും നല്ലത് ലാബിൽ പോയി ബ്ലഡ് എടുത്ത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുന്നതായിരിക്കും. ഇനി ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിൻ്റെ വാല്യൂസ് അത് നോർമൽ എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് അല്ല എന്ന് പറയണമെങ്കിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഒരു 70നും 100നും ഇടക്ക് കിട്ടണം. 101നും 125നും ഇടക്കാണെങ്കിൽ
അദ്ദേഹം പ്രീ ഡയബറ്റിക് എന്ന് പറയും. ഇനി 126 മുകളിലാണെങ്കിൽ അദ്ദേഹം ഡയബറ്റിക് എന്ന് പറയും. ഇതാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവലിൻ്റെ കാര്യം. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എടുക്കേണ്ട രീതി ഒരുമാതിരി മനസ്സിലായി കാണും എന്ന് കരുതുന്നു. അപ്പോൾ ഈ രീതിയിൽ ബ്ലഡ് എടുക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.